ഹായ്, ഇന്ന് കുക്കിംഗ് വീഡിയോ ഇട്ട് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. നമുക്കൊന്ന് പുറത്തു പോയാലോ? ഇപ്പോഴത്തെ UK അവസ്ഥ ഇതാ. വിൻ്ററാണോ സമ്മറാണോ സ്പ്രിംഗ് ആണോ എന്നൊന്നും മനസ്സിലാവണില്ല. എവിടെയെങ്കിലുമൊക്കെ നോക്കിയാൽ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റൂ കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ള കാര്യം സീക്രട്ട്. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിൽ ഒരു നല്ല പ്ലേസ് ഉണ്ട്. അവിടേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവന്നത്. ഇപ്പം കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. UK വന്നതിന് ശേഷം അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഞാൻ തെക്ക് വടക്ക് നോക്കി നിന്ന ഒരേ ഒരു സ്ഥലം. എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം, അങ്ങനെ പല കാര്യങ്ങളിൽ കൺഫ്യൂഷൻ വന്ന ഒരേ ഒരു സ്ഥലം. ഇവിടുത്തെ ഈ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കലും ട്രെയിൻ കണ്ടുപിടിക്കലും ഇച്ചിരി പാടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ പയ്യെ ഞാനെല്ലാം പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് നമുക്ക് പോകാനുള്ള ട്രെയിനും വന്നു. ഈ ട്രെയിൻ കയറിയിട്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം, എന്നിട്ട് അടുത്ത ട്രെയിൻ. ഈ കാണുന്നതാണ് അടുത്ത വണ്ടർഫുൾ സാധനം. നാട്ടിൽ വെച്ച് പല എസ്കലേറ്റേഴ്സും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും നീളമുള്ളൊരു എസ്കലേറ്റർ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ. അതും ഭൂമിക്കടിയിലേക്ക്. എന്താല്ലേ മനുഷ്യന്മാരുടെ ഓരോരോ കണ്ടുപിടുത്തം. അങ്ങനെ ഞങ്ങൾ നടന്ന് ചെന്നെത്തിയത് ഇതുപോലൊരു അണ്ടർഗ്രൗണ്ട് പ്ലാറ്റ്ഫോമിലേക്ക്. ഈ ട്രെയിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്നറിയാവോ? ഇതിൽ കയറി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഒന്നും കാണാൻ പറ്റില്ല, ജസ്റ്റ് ഇരുട്ട് മാത്രം. എന്നാലും ഇത് കണ്ടുപിടിക്കാനുള്ള കാരണമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. എന്തേലും ആവട്ടെ. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്റ്റേഷനിലും എത്തിയിട്ടുണ്ട്. ഇപ്പം എന്താ നിങ്ങൾ ചിന്തിച്ചതെന്ന് ഞാൻ പറയട്ടെ. ഇവിടെ കിടന്ന് അലയ്ക്കുന്നതല്ലാണ്ട് എങ്ങോട്ടാ പോണേന്ന് ഇതുവരെ ഈ പെണ്ണ് പറഞ്ഞില്ലല്ലോ എന്നല്ലേ. ധൃതി പിടിക്കാണ്ടിങ്ങ വാ മാഷേ. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് റീജൻസ് പാർക്ക്. 395 ഏക്കറോളം വ്യാപിച്ചെടുക്കുന്ന ലണ്ടനിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ജോൺ നാഷ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഡിസൈനറാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പ്ലേസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഈ പാർക്കിന് പേര് കൊടുത്തത് പ്രിൻസ് റീജന്റ് അഥവാ കിങ് ജോർജ് 4-മനാണ്. ഞാൻ ഹിസ്റ്ററിയിലേക്കൊന്നും കടക്കുന്നില്ല. ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് പറയട്ടെ. പാർക്കിനുള്ളിൽ ഒരു സൂ ഉണ്ട്, ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട്, ലണ്ടന്റെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ വ്യൂസ് വരുന്ന ഒരു ഹില്ലുണ്ട്, ഒരു ലേക്ക് ഉണ്ട്, പിന്നെ അത്യാവശ്യം കുറച്ച് സ്പോർട്സ് ഫെസിലിറ്റീസും ഒരു പ്ലേ ഗ്രൗണ്ടും, പിന്നെ ആയിരക്കണക്കിന് വെറൈറ്റി റോസസ് ഉള്ള ഒരു റോസ് ഗാർഡനും ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ താരം ഇതാ ടുലിപ്പ്. കാണുന്ന പോലെ അല്ല കേട്ടോ, കക്ഷിനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ജയിലിൽ പോവും. അതെന്താന്ന് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.